ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരുന്നു ശ്രുതിയുടെ കുറേ കള്ളത്തരങ്ങളെ കുറിച്ചിട്ട്. അതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രുതിയുടെ അച്ഛനെക്കുറിച്ച് തിരക്കാനായിട്ട് മലേഷ്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ സച്ചി അങ്ങനെ ഒരു നാടകം കളിക്കുമ്പം മലേഷ്യയിലേക്ക് ആരും ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ശ്രുതി ആകെപ്പാട് വെപ്പറാളപ്പെട്ട് ചെന്ന് മീരയോട് പറഞ്ഞ് ബീരാനെ വിളിക്കുന്നുണ്ട്. ബീരാനെ വിളിച്ചിട്ട് ബീരാനെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവരുടെ എല്ലാം പോക്കി ക്യാൻസൽ ചെയ്യിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ശ്രുതി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതി പറയാണ് മീരയോട്, എന്ത് ചെയ്യാനാ, അവരെല്ലാവരും കൂടെ മലേഷ്യക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്ന്. അതിൻ്റെ ആ ഒരുക്കങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ക്രീനിൽ അത് കൊടുത്തിട്ടുണ്ടേ. കാണാത്തവരെല്ലാം അതുകൂടി കാണണം. അങ്ങനെ സച്ചി ഒരു സൂത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. ചന്ദ്രയെയും രവിയെയും കൊണ്ട് മലേഷ്യയിലേക്ക് പോകാമെന്ന്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ആദ്യം എതിർപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ശ്രുതിയുടെ വീട്ടിൽ ചെല്ലാവല്ലോ, ശ്രുതിയുടെ അച്ഛനെ പോയി കാണാം, കോടീശ്വരന്മാരല്ലേ, മലേഷ്യക്ക് ചെല്ലാവല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ചന്ദ്ര അതിന് റെഡിയാവുക. അപ്പോൾ രവിയും പറയുന്നുണ്ട്, ഞാനും റെഡിയാണെന്ന് പറയുക. അതേസമയം ഇവരുടെ യാത്ര മുടക്കാനായിട്ട് ശ്രുതി ഇങ്ങനെ ശ്രമിക്കുക. ശ്രുതി പറയുന്നുണ്ട് രവിയോടെ, അച്ഛാ പോവണ്ട അച്ഛാ, എന്തിനാ വെറുതെ നിങ്ങൾ ഇത്രയും പണമൊക്കെ മുടക്കി അവിടെ പോകുന്നത്, ഒരുപാട് പണമാവില്ലേ, അത് മാത്രമല്ല അച്ഛൻ ജയിലിൽ കിടക്കല്ലേ, അച്ഛൻ ഇതൊക്കെ അറിയുമ്പം നാണക്കേടാവും, നിങ്ങൾ അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ട അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേടാവും എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇക്കാര്യം നീ ഇനി പറഞ്ഞുകൊണ്ട് വരണ്ട മോളെ, അത് ചന്ദ്ര ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും അങ്ങോട്ട് പോയേക്കാന്ന്, അതുപോലെ തന്നെ ചെയ്യാൻ ഞാനും തീരുമാനിച്ചിരിക്കുക എന്ന് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വർഷയും ശ്രീകാന്തിനെയും ഒക്കെ വിളിക്കുന്നുണ്ട് സച്ചി കേട്ടോ. ഇതൊക്കെ ഒരു കെണിയാണെങ്കിൽ പോലും സച്ചി അവിടെ തകർത്ത് അഭിനയിക്കുകയാണ്. അതുകൂടി കേൾക്കുമ്പം നമ്മുടെ ശ്രുതിയുടെ ജീവൻ പോവാണ്. വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടെ മലേഷ്യക്ക് പോവാണല്ലോ എന്ന് ഓർക്കുമ്പം ഇവരെങ്ങാനും പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞാൽ എന്താവും എന്ന് ഓർത്തിട്ട് ശ്രുതി വെപ്പറാളപ്പെട്ടിങ്ങനെ നടക്കുക. ശ്രുതിയെ കൊണ്ട് പറയിപ്പിച്ച് നോക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞിട്ടോ ആരും അത് മനസ്സിലാക്കുന്നില്ല. ചന്ദ്ര തീരുമാനത്തിൽ നിന്നൊന്നും പിന്മാറാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒക്കെ മനസ്സിലാകാണ് ഇത് കള്ളത്തരാണ്, ഇത് ശ്രുതിയുടെ കളിയാണെന്നുള്ള കാര്യം. ശ്രുതി വെറുതെ പറയുന്നതാണ് മലേഷ്യയിലാണെന്നും അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്നും ഒക്കെ പറയുന്ന വെറുതെയാണ്. ശ്രുതി ഒരു കോടീശ്വരിയൊന്നും അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ട് ശ്രുതി നോക്കൂന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാ വെറുതെ വർഷയോട് ശ്രീകാന്തിനോടും കൂടെ ഈ കാര്യം പറഞ്ഞത്, അവരാണെങ്കിൽ ഈ ആഗ്രഹിച്ചിരിക്കുകയല്ലേ ഹണിമൂൺ ട്രിപ്പ് പോലെ പോകാമെന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് അവസാനം ഇങ്ങനൊരു പോക്കില്ല, ഇതെല്ലാം നാടകമായിരുന്നെന്നറിയുമ്പം അവരെന്തുമാത്രം വിഷമിക്കുമെന്ന് പറയാം. അപ്പം സച്ചി പറയും, അവരെന്ത് വിഷമിക്കാനാ, നമ്മുടെ ഈ പോക്ക് ഒട്ടും ആഗ്രഹിക്കാത്ത ആളല്ലേ അവിടെ നമ്മുടെ പാർലറമ്മ തന്നെ മുടക്കും ഈ യാത്ര, ഒരിക്കലും നമ്മൾ പോകാൻ വേണ്ടി പാർലറമ്മ സമ്മതിക്കില്ല, അതിനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അവരങ്ങനെ ഒരു പെണ്ണ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ശ്രുതി രാവിലെ തന്നെ പോവാണ് മീരയുടെ അടുത്തേക്ക്. മീരയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പറയുക. എൻ്റെ പൊന്നു മീരയെ ഒന്നും പറയണ്ട, അവിടെ എല്ലാവരെയും കൊണ്ട് സച്ചിയും രേവതിയും കൂടെ മലേഷ്യക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ മീര പറയാം, മലേഷ്യക്കോ, അവർക്ക് അതിനുള്ള പണമൊക്കെ ഉണ്ടോ, മലേഷ്യയിലൊക്കെ പോകണമെങ്കിൽ അത്ര പണം വേണ്ടേ. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, അതിനൊക്കെ ഒരുപാട് പണം വേണ്ടെന്നാണ് സച്ചി പറയുന്നത്, അതിന് എന്തോ ടൂർ കമ്പനിക്കാരുമായിട്ട് ചേർന്നിട്ടാണ് പോകുന്നത്, അതുമല്ല മലേഷ്യക്ക് പോകാമെന്ന് പറഞ്ഞപ്പം അമ്മയും അച്ഛനും ഒക്കെ ഒറ്റ നിർബന്ധമാണ്, അതുമാത്രമല്ല ആ കൂട്ടത്തിൽ തന്നെ ആ വർഷയും ശ്രീകാന്തും ഒക്കെ പോകാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാവരും കൂടെ മലേഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, അവിടെ ചെന്ന് എൻ്റെ അഡ്രസ്സ് അന്വേഷിച്ച് അവിടെ ഉണ്ടോ, എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടോ, എല്ലാ കളത്തിലും അതോടെ പൊളിയില്ലേ, ഇവർ മലേഷ്യക്ക് പോകരുത്, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയോട് പറയാം മീരയെ, പോകുന്നെങ്കിൽ പോട്ടെ, അവരവിടെ ചെല്ലട്ടെ, അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ നിന്നെ പോലൊരാൾ അവിടെ ഇല്ലെന്നും ഈ അഡ്രസ്സ് തെറ്റാണെന്നും ഒക്കെ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയും, നീ എന്താ പറയുന്നത്, അവരവിടെ ചെന്ന് എല്ലാം മനസ്സിലാക്കട്ടെ എന്നോ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കല്ലേ, ഞാൻ പിന്നെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും,
അപ്പം മീര പറയാം, നിന്റെ കാര്യമല്ലേ, നിനക്കിപ്പോൾ ഇതുപോലൊക്കെ കള്ളത്തരം പറയാമെങ്കിൽ അപ്പോഴും നീ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് നിന്നാൽ മതി എന്ന് പറയാം. അപ്പം ഉടനെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അതൊന്നും നടക്കില്ല, അങ്ങനെ കള്ളത്തരമൊന്നും ഇനിയും പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്ന് ഒരു നിലയിലെത്തണം. ഞാനും ശ്രുതിയും കൂടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്ത് കുറേ പണം ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാറായി കഴിഞ്ഞിട്ട് വേണം ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ. അപ്പം പിന്നെ ഇവരെ എങ്ങനെയായാലും എനിക്ക് പ്രശ്നമില്ല, ഞാനും ശ്രുതിയും കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കി പോയിക്കോളാം, പക്ഷേ അതുവരെ ഇതൊരു മറയായിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറയാം. അപ്പം മീര പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞാലൊന്നും അവരാരും വിശ്വസിക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സച്ചിയും രേവതിയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് നിന്നെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിന്റെ അച്ഛൻ മലേഷ്യയിലാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് പോയത്. അവർക്ക് നിന്നെ നല്ല സംശയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രുതി പറയാ, ശരിയാ, എനിക്കും തോന്നുന്നുണ്ട് സച്ചിക്കും രേവതിക്കും എന്നെ നല്ല സംശയമുണ്ട്, നീ ഒരു ഐഡിയ പറഞ്ഞാന്ന് പറയാം. അപ്പം മീര പറയാം, എന്ത് ഐഡിയ പറയാനാ? അപ്പം ശ്രുതി പറയാം, അതെ, ആ ബീരാനെ ഒന്ന് നീ വിളിക്ക്, ബീരാനെ വിളിച്ച് നമുക്കൊന്ന് സംസാരിക്കാം, അയാളെ കൊണ്ട് എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് ഇവരുടെ യാത്ര മുടക്കിക്കാന്ന് പറയാം. അപ്പോൾ ഉടനെ മീര പറയാ, ഈ ബീരാനെ എപ്പോഴും വിളിക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല, അയാൾക്ക് ഒരുപാട് പണം കൊടുക്കണം, എത്ര പണം കൊടുത്താലും കുഴപ്പമില്ല, അയാൾ വന്ന് പറഞ്ഞാൽ ചിലപ്പം വീട്ടിലുള്ളവർ വിശ്വസിക്കും. അങ്ങനെ മീര ബീരാനെ വിളിച്ചു വരുത്തുക. മീര പറയണം, ബീരാനെ ഇങ്ങോട്ടൊന്ന് വരണം, ഒരു കാര്യം ഞങ്ങൾക്ക് പറയണം, സംസാരിക്കണം, അത് ശ്രുതിക്ക് വേണ്ടിയിട്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ബീരാൻ പറയാം, എൻ്റെ പൊന്നെ, ആ പെങ്കൊച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ വിളിക്കല്ലേ, അതിനു വേണ്ടി അഭിനയിച്ച് ഞാനൊരവസ്ഥയിലായി, ഞാൻ ഇതുപോലൊരു കള്ളനൊന്നുമല്ല, സിനിമയിലൊക്കെ അഭിനയിക്കാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ട് ദേ ഇപ്പം വെറും കള്ളനായി, പോലീസെങ്ങാനും പിടിച്ചാലുണ്ടല്ലോ ഞാൻ അകത്ത് കിടന്ന് അഴിയെണ്ണത്തേ ഉള്ളൂ, എനിക്കിങ്ങനൊന്നും പറ്റത്തില്ല, മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചൊന്നും. അപ്പം ഉടനെ തന്നെ മീര പറയും, ഒന്ന് താങ്കൾ ഇവിടം വരെ വരാവോ, നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാനാ ശ്രുതിക്ക് എന്ന് പറയാം. അങ്ങനെ ബീരാൻ എത്തുകയാണ്. അപ്പം ബീരാനുമായിട്ട് ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി സംസാരിക്കുക. അപ്പം ബീരാൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കൊച്ചെ, എന്നെ വെറുതെ വിട്, അന്ന് ഒരു ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാ, ഇപ്പം എത്ര പ്രാവശ്യമായെന്നറിയാവോ, അഭിനയിച്ച് എനിക്കിപ്പോൾ പേടിയാ, ഈ കൊച്ചിനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വച്ചിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നതെന്ന് പറയാം. അപ്പം മീര പറയുന്നുണ്ട്, താനങ്ങ് പറയുന്ന കേട്ടാൽ മതി, പറയുന്ന പണമൊക്കെ ഞങ്ങൾ തരുന്നില്ലേ, പിന്നെ എന്താ കുഴപ്പം, പണമൊക്കെ നിങ്ങൾ തരുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി പോലീസ് പിടിച്ചാലേ ഞാൻ അകത്ത് കിടന്ന് എത്ര നാൾ അഴിയെണ്ണിയല്ലാന്ന് നിങ്ങൾക്കറിയാവോ, എൻ്റെ പൊന്നെ, അഴിയൊന്നും എണ്ണാൻ പോകുന്നില്ല, അത്ര വലിയ കാര്യമൊന്നുമല്ല ബീരാനെ എന്ന് പറയേ ശ്രുതി. കൊച്ചിന് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാനേ ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അവിടെ വന്ന് അഭിനയിച്ചത്, അതോടെ ഞാൻ കുടുങ്ങിയില്ലേ, പിന്നെ കാണുന്നിടത്ത് വെച്ചെല്ലാം എല്ലാവരും എന്നെ പിടിച്ച് ചോദ്യം ചെയ്യുക, ഞാൻ ആരാണെന്ന് ചോദിക്കുക, നിങ്ങൾക്കറിയാവോ ആ സച്ചി എങ്ങാനും ഈ കള്ളത്തരം കണ്ടുപിടിച്ചാലോ, ഇളയച്ചനല്ല ബീരാനാണ് ഞാനെന്ന് അറിഞ്ഞ സച്ചി എന്നെ വെച്ചേക്കൂന്ന് തോന്നുന്നുണ്ടോ, അവൻ ആ നിമിഷം തന്നെ എന്നെ തല്ലിക്കൊല്ലും, എന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുത് ദയവ് ചെയ്ത് എന്ന് പറയാം. അപ്പം പിന്നെ ഉടനെ തന്നെ ശ്രുതി പറയാം, താൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, താൻ ഇത്രയും നാളും എനിക്ക് വേണ്ടി കളിച്ചു എൻ്റെ ഇളയച്ചനായിട്ട്, എന്നിട്ട് ഇനിയിപ്പം ഒരു നിമിഷം അതല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ താൻ അകത്ത് കിടക്കും, ഞാൻ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കും, സച്ചിയോടെ എല്ലാ സത്യങ്ങളും വിളിച്ചങ്ങ് പറയും, സച്ചിയെ കൊണ്ട് തന്നെ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം പേടിപ്പിക്കുക. അപ്പം ബീരാൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ, സച്ചിയോട് ഇതൊന്നും പറയാൻ പോയേക്കല്ലേ, ഞാൻ വന്ന് അഭിനയിക്കാം, ഇനിയിപ്പം ഞാൻ വന്ന് എന്താ അഭിനയിക്കേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ പറഞ്ഞു കൊടുക്കുക ശ്രുതി, അതെ, താൻ വീട്ടിൽ വരണം, ഇളയച്ചനാണെന്നും മലേഷ്യയിൽ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നങ്ങ് മരിച്ചു പോയി എന്നും പറയണമെന്ന് പറയാം. അപ്പോൾ ബീരാൻ പറയാം, അയ്യോ അങ്ങനെ ചുമ്മാ വന്ന് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ മീര പറയാ, വിശ്വസിച്ചോളും, താൻ അങ്ങനെ പറഞ്ഞാൽ മതി, അറ്റാക്ക് വന്ന് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ വെച്ച് തന്നെ മരിച്ചെന്ന് കേട്ടോ, അതുകൊണ്ട് ആരും മലേഷ്യയിലേക്ക് ഇനി പോകണ്ട, അവിടെ ചെന്നാൽ ഒന്നും കാണാനും പറ്റില്ല എന്നങ്ങ് പറയണമെന്ന് പറയാം. അപ്പോൾ ബീരാൻ പറയാ, ശരി ഞാൻ വരാമെന്ന് പറയാണേ. അങ്ങനെ പിറ്റേ ദിവസമാകുമ്പം ചന്ദ്രോദയത്തിൽ രാവിലെ പോലീസുകാർ വരികയാണ്. പോലീസുകാർ വന്നിട്ട് ചോദിക്കുക, ഇതല്ലേ ചന്ദ്രോദയം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്ര ചെന്നിട്ട് പറയും, എന്താ ഇത് പോലീസൊക്കെ, എന്താ പ്രശ്നം, പോലീസ് എന്തിനാ വന്നത്, ആ സച്ചി അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും എന്ന് പറയാം. അപ്പോൾ രേവതി അങ്ങോട്ട് വരുമ്പോൾ രേവതിയോട് പറയാം, ദേ സച്ചി എന്താ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പോലീസൊക്കെ വന്നേ, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാർ പറയാം, ഏയ് അവനെ സച്ചി അന്വേഷിച്ച് വന്നതൊന്നും അല്ല, ഞങ്ങൾ രവീന്ദ്രനെ അന്വേഷിച്ച് വന്നതാ, രവീന്ദ്രൻ്റെ വീടല്ലേ ഇതെന്ന് ചോദിക്കാം.
അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര ചങ്കത്തടിച്ച് കരയുക. രവീന്ദ്രനെയോ? രവിയേട്ടൻ എന്താ ചെയ്തത്? രവിയേട്ടനെ അന്വേഷിച്ച് നിങ്ങൾ എന്തിനാ വന്നത്? രവിയേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രവിയേട്ടൻ്റെ പേരിൽ എന്ത് കേസാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം, ഇത് കേസൊന്നും അല്ല, ഞങ്ങൾ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കണ്ട. പോലീസിനെ കാണുമ്പോഴേ ഇങ്ങനെ നിങ്ങൾക്ക് ബഹളം വയ്ക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കാം. അങ്ങനെ അവർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി എന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, ഓ ഇപ്പം പ്രശ്നമൊക്കെ കഴിഞ്ഞല്ലോ, മലേഷ്യക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പാസ്പോർട്ട് എടുക്കുന്നതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാ. ഉടനെ ഏത് പോലീസുകാർ വന്നാലും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ പറഞ്ഞോണം. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ചന്ദ്രയും അവിടെ ഇരിക്കുക. അപ്പം ഈ സമയത്താണ് അങ്ങോട്ട് ബീരാൻ വരികയാണ്. ബീരാൻ എൻട്രി ചെയ്യുകയാണ് ഈ കള്ളത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി. വരുന്ന സമയത്ത് ബീരാൻ നോക്കുമ്പോൾ പോലീസ് അകത്തിരിക്കുന്നേ. ബീരാൻ ആകെപ്പാടെ ഞെട്ടിപ്പോവാ. ദൈവമേ, പോലീസോ? എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള പണിയായിരുന്നു ഇത്. എല്ലാ കള്ളത്തരങ്ങളും ആ സച്ചി കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പോലീസ് വരില്ലല്ലോ. ഇപ്പം എന്തായാലും എൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ പറയാം. എന്നിട്ട് തിരിച്ചറിഞ്ഞു പോകാൻ നേരം ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ശ്രുതി ഇങ്ങോട്ട് വന്നിങ്ങനെ തലകൊണ്ട് കാണിക്കുക. അതുപോലെ തന്നെ സച്ചി അങ്ങോട്ട് ചെല്ലുക. ആഹാ, ഇളയച്ചനല്ലേ ശ്രുതിയുടെ എന്ന് ചോദിച്ചിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ബീരാൻ അങ്ങ് കയറി ചെല്ലുക. അപ്പോൾ ബീരാൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പോലീസൊക്കെ എന്ന് ചോദിക്കുമ്പം ഉടനെ രവി പറയാം, ഇത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നതാന്ന് പറയാം. ഓ, ഞാൻ പേടിച്ചു പോയി, ഇവിടെ എന്താ വലിയ പ്രശ്നം ഉണ്ടായെന്നോർത്ത് എന്നൊക്കെ ബീരാനും പറയാം. അങ്ങനെ പോലീസുകാർ പോയി കഴിയുമ്പോൾ ബീരാൻ അവിടെ ഇരിക്കുക. അപ്പോൾ ബീരാൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ ആരൊക്കെ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അതെ എനിക്ക് വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് എടുക്കാനായിട്ട് മലേഷ്യക്ക് പോകാൻ വേണ്ടിയിട്ടാ എന്ന് പറയും. അപ്പോൾ ഉടനെ ബീരാൻ ചോദിക്കുക, അതെന്തിനാ മലേഷ്യക്ക് പോകുന്നത്? മലേഷ്യയിൽ എന്താ? അല്ല, മലേഷ്യക്ക് പോകണ്ടേ, ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശ്രുതിയുടെ അച്ഛനെയും കണ്ട് ശ്രുതിയുടെ വീട്ടുകാരെയൊക്കെ കാണാം, താങ്കളെ കൂടി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മലേഷ്യക്ക് പോകാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും മലേഷ്യയിലേക്ക് എത്തും. ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നതല്ലേ എന്ന് രവി പറയാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബീരാൻ പറയുകയാണെ, അയ്യോ മലേഷ്യയിലേക്കൊന്നും നിങ്ങളാരും വരണ്ട, എന്തിനാ ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ മലേഷ്യയിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ വന്നിട്ട് വേണം ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണാൻ, ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങളാരും വന്നൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയാം. അപ്പം ബീരാൻ ഉടനെ പൊട്ടിക്കരയാണേ. ബീരാൻ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, അയ്യോ എന്ത് പറ്റി? അപ്പോൾ സച്ചി ചോദിക്കുകയാണെ, എന്ത് പറ്റി ശ്രുതിയുടെ ഇളയച്ചൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുക. അപ്പോൾ ബീരാൻ പറയാം, അയ്യോ നിങ്ങളാരും വരണ്ട, നിങ്ങൾ എന്തിനാ മലേഷ്യക്ക് വരുന്നത്? ആരും മലേഷ്യക്ക് വരണ്ട, വന്നിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുക. അപ്പോൾ രേവതി ചോദിക്കുക, അതെന്താ വന്നിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞത്? അല്ല, വന്നിട്ടും ഒരു കാര്യമില്ല, ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറയുകയാണേ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എന്നിട്ട് പൊട്ടിക്കറി എല്ലാവരും ഞെട്ടിപ്പോവാണേ. ഉടനെ ശ്രുതി അതിലും വലിയ കളിയല്ലേ. ശ്രുതി ഉടനെ, ഇളയച്ച എന്താ ഇളയച്ച പറയുന്നത്? എൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്നാണ് ഇളയച്ചൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഉടനെ ബീരാൻ അഭിനയിക്കുക, നിൻ്റെ അച്ഛൻ മരിച്ചു പോയി മോളെ, നിന്നോട് അത് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അവിടെ ജയിലിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു പോയി. ഇനി നിങ്ങളാരും അങ്ങോട്ടൊന്നും ചെന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ ശ്രുതി, അയ്യോ എനിക്ക് എൻ്റെ അച്ഛനെ ഇപ്പം കാണണം, എനിക്ക് കാണണം ഇപ്പോൾ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പം ശ്രുതി ആശ്വസിപ്പിക്കുക, എൻ്റെ പൊന്നു ശ്രുതി, നീ കരയാതെ ഇങ്ങനെ, അങ്ങനെ സംഭവിച്ചു പോയില്ലേ, ഇനി നീ ഇവിടെ ഇരുന്ന് കുറേ കരഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് പോകാം മലേഷ്യയിലേക്കെന്ന് പറയാം. അപ്പോൾ ശ്രുതിക്ക് ആ പടം ഞെട്ടലാവും. ഉടനെ ബീരാൻ പറയണേ, ആരും മലേഷ്യയിലേക്കൊന്നും വരണ്ട, അദ്ദേഹത്തിൻ്റെ അവിടെ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിലെങ്കിലും പങ്കെടുക്കാമെന്ന് പറയാം. അപ്പോൾ രവിയും പറയാം, ശരിയാ, അന്ത്യകർമ്മങ്ങളിലെങ്കിലും നമുക്ക് പങ്കെടുക്കണം, അതിനുവേണ്ടി നമുക്ക് പോകണമെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി ബീരാനെ ഇങ്ങനെ കണ്ണ് കാണിക്കുക. അപ്പോൾ ബീരാൻ പറയണേ, അതൊന്നും വേണ്ട, അന്ത്യകർമ്മങ്ങളൊന്നുമില്ല, കാരണം ജയിലിൽ വെച്ച് തന്നെയല്ലേ മരിച്ചത്, ജയിലിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ച കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായാലോ എന്നോർത്ത് അവരാ ജയിലിൽ വെച്ച് തന്നെ അടക്കി, അവിടെ വെച്ച് തന്നെ സംസ്കാരവും നടത്തി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രവി പറയും, അയ്യോ അതെന്താ ജയിലിൽ വെച്ച് തന്നെ സംസ്കാരമൊക്കെ നടത്തുന്നേ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചിൻ പറയാം, അതെ ഇതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ എന്ന് പറയാം. അപ്പം ബീരാൻ പറയാം, അതെ മലേഷ്യയിൽ അങ്ങനെയൊക്കെയാ, അങ്ങനെ ജയിലിൽ വെച്ച് തന്നെ അടക്കമൊക്കെ നടത്തി, ഇനി എന്തിനാ നിങ്ങൾ അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ശ്രുതി പിന്നെയും ഭയങ്കര കരച്ചിൽ, അയ്യോ എൻ്റെ അച്ഛൻ്റെ സംസ്കാരവും നടത്തിയോ, എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ ഇളയച്ച, എനിക്ക് എൻ്റെ അച്ഛനെ കാണാതെ പറ്റില്ലെന്ന് പറയുമ്പോൾ ബീരാൻ പറയാം, അയ്യോ മോളെ നീ വരണ്ട, നീ കൂടി അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയാം.
അപ്പോൾ ചന്ദ്ര പറയാം, അതെന്താ അവൾ വരണ്ടാത്തത്? ശ്രുതിയുടെ അച്ഛനല്ലേ, അവളും വരട്ടെ, ഞങ്ങളെല്ലാവരും കൂടെ വരാം. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നെങ്കിലും വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ ഒന്ന് കാണാമല്ലോ, ആശ്വസിപ്പിക്കാമല്ലോ, ഞങ്ങളും ബന്ധുക്കളല്ലേ എന്ന് പറയാം. അപ്പം ബീരാൻ പറയാം, ബന്ധുക്കളാന്നും പറഞ്ഞു ആരും അങ്ങോട്ട് വരണ്ട, അവിടെ നിയമപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ശ്രുതി പോലും അങ്ങോട്ട് വരരുത്. ഇനിയിപ്പോൾ ശ്രുതി എങ്ങാനും അങ്ങോട്ട് വന്നാൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇങ്ങനൊരു അപകടം പറ്റിയില്ലേ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളൊക്കെ പുറത്തുണ്ട്, അവരെല്ലാവരും കൂടെ അദ്ദേഹത്തിനെ കൊന്ന പോലെ ശ്രുതിയെയും എന്തെങ്കിലും ചെയ്യും. ജയിലിലായപ്പം ശത്രുക്കളുണ്ടല്ലോ, ശ്രുതിയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് വന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, അതെന്താ ശ്രുതിക്കല്ലേ സ്വത്ത് മുഴുവൻ? ശ്രുതിയുടെ അച്ഛൻ കോടീശ്വരനാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരേ ഒരു മോളല്ലേ ശ്രുതി, അപ്പോൾ ആ സ്വത്ത് മുഴുവൻ ശ്രുതിക്കുള്ളതല്ലേ എന്ന് ചോദിക്കാം. ഉടനെ ബീരാൻ പറയും, അതെ അതെ, സ്വത്ത് മുഴുവൻ ശ്രുതിക്കുള്ളതാ, അല്ലാതെ വേറെ ആർക്കും ഉള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മോളല്ലേ ശ്രുതി. എത്ര വന്നാലും താമസിച്ചാലും നിയമപരമായ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് ആ സ്വത്ത് മുഴുവൻ ശ്രുതിക്ക് കിട്ടുമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് കുറച്ച് സന്തോഷമാകും കേട്ടോ, സ്വത്ത് മുഴുവൻ ശ്രുതിക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ ബീരാൻ പറയാം, എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ, എനിക്കിനി ഇതിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ പുറകെ നടക്കണം, നിയമപരമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സ്വത്തുക്കളൊക്കെ ശ്രുതിയുടെ പേരിലാക്കണം, അതിനായിട്ട് എനിക്ക് വക്കീലിനെയൊക്കെ പോയി കാണാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണേ എന്നും പറഞ്ഞ് ബീരാനാണ് അവിടുന്ന് പോവുകയാണേ. അതേസമയം നമ്മുടെ സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ പേരും കള്ളത്തരമാണ്, ഒരിക്കലും ശ്രുതിയുടെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സച്ചി രേവതിയും കൂടെ സംസാരിക്കുമ്പോൾ രേവതി ചോദിക്കുക, സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ജയിലിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചാൽ അവിടെ തന്നെ അങ്ങ് അടക്കുമോ? വീട്ടുകാരെയൊക്കെ അതിനൊക്കെ ശേഷം കുറേ നാൾ കഴിഞ്ഞേ അറിയിക്കുള്ളൂ. ശ്രുതിയെ തന്നെ ഇപ്പോഴല്ലേ വന്ന് അറിയിച്ചത്. ഈ ഇളയച്ചനും കള്ളത്തരാണോ എന്നറിയില്ല, ശ്രുതി പറയുന്ന മുഴുവൻ കള്ളത്തരാണെന്നാണ് തോന്നുന്നത്. ശ്രുതിയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയണേ. അപ്പോൾ സച്ചിൻ പറയാം, അത് ശരിയാ, അവളെ പേരും കള്ളിയാ, അതിപ്പോൾ മനസ്സിലായില്ലേ, നമ്മളാരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുക്കി ഒരു കെണിയാ ഇത്. പിന്നെ സ്വന്തം അച്ഛൻ മരിച്ചെന്ന് വരെ കള്ളത്തരം പറഞ്ഞ് കെണിയൊരുക്കി നിൽക്കുന്ന അവളെ അത്ര ചെറിയ കള്ളിയൊന്നുമല്ല, താനീ ഫ്രോഡ് തന്നെയാ, അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി, ശ്രുതിയുടെ കയ്യിൽ നല്ല കള്ളത്തരമുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ ചന്ദ്ര ഈ വിവരം ചെന്ന് ഭാമയോട് പറയുക, എൻ്റെ പൊന്നു ഭാമേ, ഒരു വിശേഷം ഉണ്ടായി. നമ്മുടെ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ, മലേഷ്യയിലെ ജയിലിൽ വെച്ച് അങ്ങ് മരിച്ചു പോയിട്ട് ജയിലിൽ തന്നെ അദ്ദേഹത്തെ അടക്കി എന്ന് പറയുക. അപ്പോൾ ഭാമ ചോദിക്കുക, അതെന്താ അങ്ങനെയൊക്കെ, എന്നിട്ട് ശ്രുതി പോയൊന്നുമില്ലേ അച്ഛനെ കാണാമെന്ന് ചോദിക്കുക. അങ്ങോട്ടൊന്നും പോകാമല്ല, ഭയങ്കര പ്രശ്നമാണ്. ശ്രുതിയുടെ ഇളയച്ചൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഈ വിവരമൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഭാമേ, ശ്രുതിയുടെ അച്ഛൻ അവിടെ ഒരു കോടീശ്വരനായിരുന്നല്ലോ, ആ കോടികളുടെ സ്വത്ത് മുഴുവൻ ഇനി ശ്രുതിക്ക് വരും. അവൾ ഒരേ ഒരു മോളല്ലേ, അതുകൊണ്ട് സകല സ്വത്തുകളും ശ്രുതിയുടെ പേരിലേക്ക് തന്നെ വരും എന്ന് പറയാം. അങ്ങനെ ഭാമയോടത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിൽ ചേരാനായിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ ശത്രുവായിട്ടുള്ള ആ മാലകെട്ടുകാരി. അവർ വന്ന് രേവതിയുടെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഡാൻസ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ മരുമോളൊന്നുമല്ല, അവൾ എൻ്റെ ഭർത്താവിൻ്റെ മരുമോളാണ്, എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല, എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിനാണ് ഈ വിവാഹം നടന്നത്, അല്ലാതെ അവളെപ്പോലെ ഒരു മാലകെട്ടുകാരിയൊന്നും മരുമോളാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ രേവതിയുടെ ശത്രുവായിട്ടുള്ള അവർ പറയാം, ശരിയാ, മേഡത്തിനെ കണ്ടാൽ നല്ലൊരു കോടീശ്വരിയെ പോലുണ്ട്, അത്രയും പണമുള്ള മേഡം എന്തിനാ അവളെപ്പോലെ ഒരു മാലകെട്ടുകാരി സാധാരണക്കാരിയെ മരുമോളാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ സോപ്പിട്ട് അവിടെ എങ്ങനെ നിൽക്കുക. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിലും മീരയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മീര, ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് ഒഴിവാക്കി, ബീരാനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് നിന്ന്. അപ്പം ബീരാനും ഉണ്ട്, ഇവർ 3 പേരും കൂടി ഇരുന്ന് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണേ. അപ്പോൾ ബീരാനോട് പറയുന്നുണ്ട്, ബീരാൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എന്തായാലും അവിടെ വന്ന് കലക്കി അഭിനയിച്ചു, എല്ലാവരും അങ്ങ് വിശ്വസിച്ചെന്നേ. ആ രേവതി വരെ വിശ്വസിച്ചു അച്ഛൻ മരിച്ചു പോയെന്ന്. സച്ചിക്ക് മാത്രമേ ഒരു ചെറിയ സംശയമുള്ളൂ എന്ന് പറയാം. അപ്പം മീര പറയാ, ഇനിയിപ്പോൾ ഇതൊക്കെ എന്നാ പൊട്ടുന്നത്, ഇത്ര നാൾ നിൻ്റെ അച്ഛൻ മരിച്ചെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞ് ഈ കള്ളത്തരം മാറുമ്പം നീ കള്ളത്തരം പറയണ്ടേന്ന് ചോദിക്കുക. അപ്പം ബീരാനും പറയാം, ഒരു കള്ളം മറിയാൻ പിന്നെയും കള്ളത്തരം പറയണം, എന്നെ ഇനി ഇങ്ങനെ അഭിനയിക്കാനായിട്ട് വിളിക്കല്ലേ, ഞാൻ ജീവൻ പണയം വെച്ചാൽ അവിടെ നിൽക്കുന്നത് സച്ചിയുടെ മുമ്പിൽ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രേവതി വന്ന് വാതിൽ തുറക്കുക മീരയുടെ വീടിൻ്റെ. രേവതിയാണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ടാണ് വരുന്നത്. എന്നിട്ട് രേവതി അവിടെ നിന്നിട്ട് ഭയങ്കര ഒച്ച പറയുകയാണേ,
അപ്പം നിങ്ങൾ കള്ളത്തരാണല്ലേ പറഞ്ഞത്? ശ്രുതി, നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഈ സ്വന്തം അച്ഛൻ മരിച്ചെന്ന് പറയാനായിട്ട്? അപ്പം ഇത്രയും നാളും ഈ കോടിശ്ശേരിയാണെന്നും മലേഷ്യക്കാരിയാണെന്നും ഒക്കെ പറഞ്ഞ കള്ളമായിരുന്നല്ലേ? അങ്ങനെ നിങ്ങൾ 3 പേരും കൂടെ ഒപ്പിച്ച പണിയാണിതല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ കള്ളത്തരമൊക്കെ അങ്ങ് പൊളിക്കാൻ പോവാ. ഞാനിത് പറയൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി കത്തിയെടുത്ത് രേവതിയുടെ കഴുത്തിന് വെച്ചിട്ട് ഇങ്ങനെ വാതിലടയ്ക്കുക. അപ്പം രേവതിയാണെങ്കിലോ തിരിഞ്ഞ് വന്ന് ആ കത്തി പിടിച്ച് ശ്രുതിയുടെ കഴുത്തിന് വെച്ച് വെട്ടുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ശ്രുതി ഇതെല്ലാം സ്വപ്നം കണ്ടതാണേ ഈ രേവതി വന്നിട്ട് ചോദിക്കുന്നത്. ബാക്കിയൊന്നുമല്ല, അങ്ങനെ ചാടി എഴുക്കുകയാണ് അയ്യോ എന്നും പറഞ്ഞു. അപ്പം ശ്രുതി ചോദിക്കുക, എന്ത് പറ്റി ശ്രുതി, നിനക്ക് എന്താ പേടി? നിന്റെ അച്ഛൻ മരിച്ചതിൻ്റെ വിഷമം കൊണ്ടാണോ? അച്ഛൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും, അങ്ങനെ വല്ല പ്രേതം പോലെ എന്തെങ്കിലും വന്ന് സ്വപ്നം കണ്ടിട്ടായിരിക്കും നീ പേടിച്ചത് അല്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രുതി അവിടെ അടുത്ത് ശ്രുതി ഇരിക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്